നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പോൾ ഒരു ഷൂട്ടിംഗ് സ്ഥലത്താണ്. ഈ ഷൂട്ടിംഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതോ വലിയൊരു സിനിമയുടെ ഷൂട്ടിംഗ് ആണെന്ന്. വലിയൊരു സിനിമ തുടങ്ങാനുള്ള വലിയൊരു സിനിമയുടെ പ്രാരംഭത്തിലേക്കുള്ള തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ചടയമംഗലം പഞ്ചായത്തിലെ കടന്നൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെ ഒരു വലിയ എഴുത്തുകാരനും സംവിധായകനുമായ ശ്രീ അനസ് സംവിധാനം ചെയ്യുന്ന ഖനനം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ചടയമംഗലത്തിന്റെ വളരെ മനോഹരമായ ഗ്രാമഭംഗി ഒപ്പിക്കൊണ്ടാണ് അനസ് ഈ ഖനനം പുറത്തിറക്കിക്കുന്നത്. ക്രിസ്തുമസും പുതുവത്സരത്തിലുമായി മലയാളികൾക്ക് ഒരു മനോഹരമായ സമ്മാനം അനസിന്റെ കയ്യിൽ നിന്നുണ്ടാവും. തീർച്ചയായും അനസ് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അനസിനെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം അനസ്. എന്തൊക്കെയുണ്ട് അനസ വിശേഷങ്ങളൊക്കെ? എന്തുണ്ട് ഷൂട്ടിംഗ് ഒക്കെ ആയതുവരായി? ഷൂട്ടിംഗ് ഇന്നും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം കൊണ്ട് ഇവിടെ നമ്മളെ സെറ്റ് ഇവിടെയാണ്. പിന്നെ ഖനനം എന്ന ഷോർട്ട് ഫിലിമാണ്. ഇന്നത്തോടുകൂടി അത് തീരും. ഈ മാസം തന്നെ ഇറക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അനസ് ഏകദേശം ഒരു 14 ഷോർട്ട് ഫിലിം ചെയ്തിട്ടില്ലേ? എത്ര ആൽബം ചെയ്തിട്ടുണ്ട്? ഞാനൊരു 3 ആൽബം ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആൽബങ്ങള്? ഒരു ഭക്തിഗാനമാണ് കഴിഞ്ഞ വർഷം ഇറക്കിയത്, എല്ലാവൻ്റെ അയ്യപ്പൻ, പിന്നെ ഒരു മഞ്ഞുനീരായി, അതുപോലെ തന്നെ സുന്ദരി പ്രാവ്, അങ്ങനെ 3 ആൽബങ്ങളും 14 ഷോർട്ട് ഫിലിമുകളും ചെയ്തു. പിന്നെ ഒരു 3 വെബ് സീരീസ് ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ പതുക്കെ ബിഗ് സ്ക്രീനിലേക്ക് എത്താനുള്ള ഒരു ചുവടുവെപ്പാണല്ലേ? അതല്ല, ഇതിനോടൊരു ഇഷ്ടം കൊണ്ടാണ്. ബിഗ് സ്ക്രീൻ നമ്മൾ നോക്കിയിട്ടില്ല, നമുക്ക് ഇതിനോട് ഇഷ്ടം കൊണ്ട് നമ്മൾ അതെന്തുകൊണ്ട് നോക്കാൻ പറ്റുന്നില്ല? ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ കഴിയുന്ന അനസിന് എന്തുകൊണ്ട് അത് ചിന്തിക്കാൻ പറ്റുന്നില്ല? സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ സ്കൂളിൽ ഒരു നാടകം സംവിധാനം ചെയ്തിട്ടുണ്ട്. അന്ന് അവിടെ നിന്നൊരു പ്രൈസ് കിട്ടിയായിരുന്നു, സർട്ടിഫിക്കറ്റ് കിട്ടിയായിരുന്നു, സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഇതിനോട്ട് പിന്നെ നമ്മുടെ ജീവിതമാർഗം നോക്കി പോയി. ഇപ്പോൾ പിന്നെ നമുക്ക് ഉള്ള സമയം വെച്ച് നമ്മൾ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഇതിനോട് തിരിക്കുന്നത്. അപ്പം ഈ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കലാകാരന്മാർ പ്രതിഫലം മോഹിക്കാതെ ഇതിനോട് ഇഷ്ടം കൊണ്ട് നമ്മുടെ കൂടെ കൂടിയ ആൾക്കാരുണ്ട്. അപ്പം അവരെ വെച്ച് ഇതൊരു ആഴ്ചയിൽ ഒരു ഞായറാഴ്ച ഒരു ദിവസം ഷൂട്ട് ചെയ്ത് നമുക്ക് ചാനലുണ്ട്, ടീം 5 ഫിംഗേഴ്സ് എന്നാണ് ചാനൽ പേര്. അപ്പൊ അതിലോട്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകളിലൊരു ഇടയാണ്. അപ്പം ഇതിലാരും പ്രതിഫലം മോഹിച്ച് വരുന്നവരല്ല, ഇതിനോടൊരു ഇഷ്ടം കൊണ്ടാണ് എല്ലാവരും സഹകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വീണ്ടും എനിക്ക് അടുത്ത വർക്ക് ചെയ്യാനുള്ള ഒരു പ്രയോജനം ഇന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഓരോ വർക്കിന് മുമ്പോട്ട് ചെയ്ത് പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ സ്പോട്ടിൽ തന്നെ ഡയലോഗുകൾ അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യുകയാണോ അതോ ഡബ് ചെയ്യുകയാണോ? സ്പോട്ട് ഡബിംഗ് ആണ്. പിന്നെ അവസാനം സ്റ്റുഡിയോയിൽ കൊണ്ട് മിക്സ് ചെയ്യണം അല്ലേ? മിക്സിംഗ് ഫോണിൽ തന്നെ എഡിറ്റിംഗ് ആ സമയത്ത് ചെയ്യുന്നത്. സ്പോട്ട് ഡബിംഗ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാം പുതിയ ആൾക്കാരാണ്. അപ്പം നമ്മള് വീട്ടിൽ റൂമിന്റെ അകത്ത് അടച്ചിട്ട് നമ്മൾ ഡബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വെളിയെ സംസാരിച്ചുകൊണ്ട് ഡയലോഗ് പറയുമ്പോൾ രണ്ട് വേരിയേഷൻസ് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം സ്പോട്ട് ഡബിംഗ് എന്നാണ് ഉൾപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ ചെറിയൊരു മൊബൈൽ സ്ക്രീനിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ക്യാമറയിൽ വന്നിട്ട് വന്നതല്ല. അപ്പൊ അതിൻ്റെതായ പോരായ്മകളും ചിലപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ സൗണ്ടിലായാലും കുളിച്ചാലും ഉണ്ടാവും. നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്ത് ഫോണിൽ എഡിറ്റ് ചെയ്താണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഇഷ്ടം കൊണ്ട് മാത്രം ആണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകനാകട്ടെ, അറിയപ്പെടുന്ന ഒരു കലാകാരനാകട്ടെ എന്ന് സാക്ഷി TV ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അനസിനും അനസിന്റെ ടീം അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ നമുക്ക് അനസിന്റെ ഈ ഖനനം എന്ന് പറയുന്ന ഷോർട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആരൊക്കെയാണെന്ന് നോക്കാം. എന്താണ് പേര്? എന്റെ പേര് സുധീർ. സുധീർ എന്ത് വേഷമാണ് ഇതിനകത്ത് ചെയ്യുന്നത്? ഞാനത് രാഷ്ട്രീയക്കാരന്റെ വേഷം. രാഷ്ട്രീയക്കാരന്റെ വേഷം അടിച്ചു പൊളിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ അനുഭവമാണ് അനസ് കടന്നൂരിന്റെ കൂടെ ഇതുപോലൊരു ടെലിഫിലിമിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അനസ് റിഹേഴ്സൽ സമയത്തും അല്ലെങ്കിൽ ഷൂട്ടിംഗ് സമയത്തൊക്കെ ഫയർ ചെയ്യാറുണ്ടോ? ഇല്ല, നമ്മളിവിടെയൊക്കെ തന്നെയാണ്. സാധാരണ സംവിധായകനാണ്. നന്നായിരിക്കട്ടെ. നമസ്കാരം. എന്റെ പേര് അനിൽകുമാർ, ചടയമംഗലമാണ് പ്രദേശം. ഞാനിതിനകത്ത് അനസിന്റെ കൂടെ ഒരു വർഷാപ വേഷത്തിലാണ് അഭിനയിക്കുന്നത്. എല്ലാവരും വിജയാശംസകൾ. ഓക്കെ. പേരെന്താണ്? എന്റെ പേര് നസീർ. നസീറിന് എന്താണ് ഇതിനകത്ത് വേഷം? ഇതില് പാറക്കുറയുടെ മുതലാളിയുടെ മാനേജരായിട്ട് അഭിനയിക്കുന്നത്. യഥാർത്ഥത്തിൽ പാറക്കുറിയുടെ മുതലാളിയുടെ അനുജനല്ല, മാനേജരായിട്ട് സിനിമയിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒറിജിനലായിട്ട് അങ്ങനെ ഏതെങ്കിലും പാറക്കുറിയിലുണ്ടോ? ഇല്ല, കാര്യം അറിയണം നമുക്ക്. തൽക്കാലം ഇല്ല, ചിലപ്പോൾ മുന്നോട്ട് അറിയാൻ പറ്റത്തില്ല. ശരി, ആശംസകൾ. ഞാൻ വിജയൻ പിള്ള. അനസിന്റെ കൂടെ രണ്ടാമത്തെ വർക്കാണ് മഞ്ഞുനീരായി എന്ന ഒരു ഹിറ്റ് ആൽബം പുള്ളി ചെയ്തിരുന്നു. അതിൽ ചെറിയൊരു വേഷം ഞാൻ ചെയ്തിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ ഖനനം എന്ന ഈ വർക്കിലുണ്ട്. രാഷ്ട്രീയക്കാരന്റെ വേഷമാണ്. മറ്റു പ്രശ്നങ്ങളെല്ലാം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.
ശരി, ഭാവിയിൽ ഒരു നല്ല രാഷ്ട്രീയക്കാരനാവാൻ എൻ്റെ ആശംസകളെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ വണ്ടേ പരിചയക്കാരാണ്. പറഞ്ഞോ. എന്റെ പേര് ജസീർ പിള്ള. ഞാൻ ഇപ്പോ അനസിന്റെ മൂന്നാമത്തെ ഒരു സീരിയലിൽ ഉണ്ട്. 2 എണ്ണം കഴിഞ്ഞു, മൂന്നാമത്തേലാണ്. ഇത് ഒരു നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രമേയത്തിനെ ആസ്പദമാക്കിയുള്ള ഒരു കഥയാണ്. പക്ഷെ എല്ലാവരും കാണണം, ഈ കഥ എല്ലാവരും കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. എൻ്റെ പേര് ബിനു എന്നാണ്. ഇപ്പോൾ അനസ് സംവിധാനം ചെയ്യുന്ന ഷോർട്ട് ഫിലിമായ കമന്റത്തിൽ എനിക്ക് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. എന്താണ് പേര്? എൻ്റെ ഒരു വി ആർ ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ. പറഞ്ഞോളൂ. ഞാൻ രണ്ടാമത്തെ ഷോർട്ട് ഫിലിമിലാണ് അഭിനയിക്കുന്നത്. എനിക്കൊരു വേഷം മനസ്സിൽ വന്നു. പിന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കഥയാണത്. അപ്പോൾ ഇതെല്ലാവരും കാണുക, നിങ്ങളെ അനുഗ്രഹിക്കുക മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അനസങ്ങനെ ഷൂട്ടിംഗ് സൈറ്റിലൊക്കെ എങ്ങനെയാണ്? കുഴപ്പമൊന്നുമില്ല. ഒരു സംവിധായകൻ, ഒരു വലിയ സംവിധായകന്റെ വേഷം ഇടാറുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല. നമ്മളൊരു സുഹൃത്തായിട്ട് സുഹൃത്തായിട്ട് അനസ് തന്നെയല്ലേ ഇതിന്റെ കഥയും? തീർച്ചയായിട്ടും. അനസ് ഒരു എഴുത്തുകാരനാണ്, അതെ. ഒരു സംവിധായകനാണ്. അതെ. ഇപ്പൊ ഇത് ഇത്രാമത്തെ ഷോർട്ട് ഫിലിമാണ് അനസിന്റെ അറിയാമോ? ഇതിപ്പോ മൂന്നാമത്തെ നാലാമത്തെയും കൊണ്ടാണ്. നാലാമത്തെയാണെന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാലാമത്തെ ഷോർട്ട് ഫിലിമാണ്. നമ്മുടെ നാട്ടിലെ ഒരു വലിയ കലാകാരനായിട്ട് വളർന്നു വരാൻ അനസിനെ ഒരുപാട് സിനിമകൾ അതെ സിനിമകൾ ചെയ്യാനുള്ള ഒന്ന് പേര് പറഞ്ഞോ. എൻ്റെ പേര് രതീഷ്. നമ്മുടെ പിരിയോട് കുന്നുംപുറം തന്നെയാണ് സ്ഥലം. അപ്പോൾ അനസിനോടൊപ്പം ഉള്ള ആദ്യത്തെ വർക്കാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് അനസ് ഞങ്ങളോട് ഇടപെടുന്നത്. ഞാനതിനകത്തൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ഫ്രെയിമിലേക്ക് വരുന്നത്. ഇടയ്ക്ക് കുറച്ച് സ്കൂൾ നാടകങ്ങളിലും അതോടൊപ്പം ഒരു 1-2 സിനിമകളിൽ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും അനസിനോടൊപ്പം നിൽക്കുമ്പോൾ ഉണ്ടാവുന്നത്. നമുക്ക് തീർച്ചയായിട്ടും എല്ലാവരും ഈ ഷോർട്ട് ഫിലിം കാണണം. സമകാലിക പ്രസക്തിയുള്ളൊരു നല്ലൊരു തീമാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഞങ്ങളെപ്പോലുള്ള ഈ എല്ലാ കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കണം, അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും അനസിലൂടെ നിങ്ങളെല്ലാം ഭാവിയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന കലാകാരന്മാരാകട്ടെ എന്ന് സാക്ഷി ടി വിയെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സാക്ഷി ടി വിയുടെ ആശംസകൾ.